ഐ നോ ഇറ്റ്. എനിക്കത് അറിയാം. ഏതൊരാൾ എനിക്കത് അറിയാമെന്ന് പറയുന്നുവോ അവർ ജീവിതത്തിൽ ഇനി ഒരു പടി പോലും മുകളിലേക്ക് കയറില്ല. കാരണം യുവർ കപ്പ് ഈസ് ഓൾറെഡി ഫിൽഡ്. അതുകൊണ്ട് കുഞ്ഞു മക്കൾ പറഞ്ഞാൽ പോലും പറയരുത് അത് അച്ഛനറിയാം, അത് അപ്പൂപ്പനറിയാം, അത് അമ്മയ്ക്കറിയാം. പറയരുത്. ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അവൻ പറയുന്നതിൽ പോലും നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും കാണും. അപ്പം ഞാനിവിടെ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളിൽ ഇരിക്കുന്ന മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. കാരണം എൻ്റെ പ്രായമാണ് ഈ ഇരിക്കുന്ന പലരുടെയും സെയിൽസിൽ എക്സ്പീരിയൻസ്. ആദ്യം ചെയ്യേണ്ടത് ആ മനോഭാവം അങ്ങോട്ട് മാറ്റുക. എംപ്റ്റി യുവർ കപ്പ്. ഒരു കാലി ഗ്ലാസ്സുമായിട്ട് ഇരിക്കാമെങ്കിൽ എനിക്കിതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു തരാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത് നിറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കമത്തി വെക്കുന്നതിന് തുല്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? എംപ്റ്റി യുവർ കപ്പ്. നമ്മുടെ സൊസൈറ്റിയെ, നമ്മുടെ മാർക്കറ്റിനെ നമുക്ക് 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എത്രയാ? ഒന്ന്, പുവർ പീപ്പിൾ. പുവർ സമൂഹത്തിൻ്റെ 50% ആളുകൾ ദേ ആർ പുവർ. ദെൻ 30% മിഡിൽ ക്ലാസ്. 30% മിഡിൽ ക്ലാസ്. 16% പ്രീമിയം. ആൻഡ് 4% അൾട്രാ പ്രീമിയം. 50% പുവർ, 30% മിഡിൽ ക്ലാസ്, 16% പ്രീമിയം ആൻഡ് 4% അൾട്രാ പ്രീമിയം. ഇവിടെ ഇന്നൊരു 4 കാറ്റഗറിയുടെ കാര്യം പറഞ്ഞില്ലേ? ഏതൊക്കെയായിരുന്നു? ഏജന്റ്, MDRT, COT, TOT. ഡിഫറൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. യു ഫോക്കസ് ഓൺ പുവർ പീപ്പിൾ. നിങ്ങൾ ആരെയാണ് കസ്റ്റമർ ആക്കാൻ ശ്രമിക്കുന്നത്? ഈ പുവർ കാറ്റഗറി. ഇതിലിരിക്കുന്ന MDRTക്കാർ ഫോക്കസ് ചെയ്യുന്നത് ബാങ്ക് ഉദ്യോഗസ്ഥരെ, സർക്കാർ ഉദ്യോഗസ്ഥരെ, ആ ടീമുകളെ ഫോക്കസ് ചെയ്യുന്നവർ ഇന്നിവിടെ MDRT ആയിട്ടുണ്ട്. ഈ പ്രീമിയത്തിൽ ഫോക്കസ് ചെയ്യുന്നവർ ഇന്നിവിടെ COT ആയിട്ടുണ്ട്. ഈ 4% ഫോക്കസ് ചെയ്യുന്നവർ ഇവിടെ TOT ആയിട്ടുണ്ട്. ഇവർക്ക് ഇങ്ങനൊരു കസ്റ്റമർ ബേസ് ഇല്ല. എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളിൽ ചിലർ ഇവിടെ വിൽക്കുന്നു, ചിലർ ഇവിടെ വിൽക്കുന്നു, ഇവിടെ വിൽക്കുന്നു, ഇവിടെ വിൽക്കുന്നു. എന്ത് വിൽക്കുന്നു എന്നുള്ളതിലല്ല വ്യത്യാസം, ആർക്ക് വിൽക്കുന്നു എന്നുള്ളതിലാണ്.